तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी। जय हिंद। കേരളീയ വേഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയത്. കസവ് സാരി ധരിച്ച് തനി മലയാളിയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക ഗാന്ധി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഇനിയിപ്പോൾ രജിസ്ട്രിയിൽ ഒപ്പിടാനായി പോകുന്നു. പ്രിയങ്ക ഗാന്ധി തനി മലയാളിയായാണ് വന്നിരിക്കുന്നത്. വയനാടിന്റെ MP കേരളീയ വേഷത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയാണ് ലോക്സഭയിൽ നിന്ന് നമ്മൾ കാണുന്നത്. വയനാട് ലോക്സഭാംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഒരിക്കൽ കൂടി. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी। जय हिंद। ആർ രാധാകൃഷ്ണൻ ചേരുന്നു നമുക്കൊപ്പം. ആർ രാധാകൃഷ്ണൻ, തനി മലയാളിയായി മലയാളിത്തമുള്ള വസ്ത്രവിധാനത്തോടെ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതലുള്ള കാഴ്ചകൾ എങ്ങനെയായിരുന്നു? പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലേക്കുള്ള വരവും സത്യപ്രതിജ്ഞയും അടക്കം. തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്താണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ അതിനനുബന്ധമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിലും വിലയിരുത്തലുകളും ഭാഗമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുകയും ഇപ്പോൾ സത്യവാചകം ചൊല്ലി അവർ MP സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് ഒരു പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാകുന്നത് ഇത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഗൃഹപാഠം ചെയ്തത്. പ്രത്യേകിച്ച് വയനാടിൻ്റെതടക്കമുള്ള കാര്യങ്ങളിൽ അവിടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരെ അടക്കം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ തിരക്കാനും അവിടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ട് വിവരശേഖരണം അവർക്ക് ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഈ പാർലമെന്റിലേക്ക് എത്തുകയും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധി സത്യവാചകം ചെല്ലുകയും ചെയ്തിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് ഒരുപക്ഷെ നെഹ്റു കുടുംബത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. സോണിയാഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലൊന്നും അവർ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി താൻ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു രീതിയായിരുന്നു പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് അമേഠി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, വയനാട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ സ്ഥാനാർത്ഥിയായി സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് അവിടേക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വയനാട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നെഹ്റു കുടുംബത്തിന് നൽകിയ ഒരു സാന്ത്വനം അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഉള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി വളരെ ശക്തമായിട്ടുള്ള ഒരു വിസിറ്റിംഗ് MP ആയിരിക്കും പ്രിയങ്ക ഗാന്ധി എന്ന വിമർശനം വലിയ രീതിയിൽ ഇതിനകം തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഉയർത്തുന്നുണ്ട്. അത് അല്ല എന്ന് തെളിയിക്കുക ആണ് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പ്രിയങ്ക ഗാന്ധി നടത്താനായി പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് വലിയ ദേശീയ ചുമതലകൾ ഉണ്ട് എന്നൊക്കെ കോൺഗ്രസിന് പറയാമായിരുന്നെങ്കിലും ഇനി പ്രിയങ്കയ്ക്ക് ആ ഒരു ഇത് ന്യായം ഉയർത്തിക്കൊണ്ട് ഏതായാലും വയനാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഒരു MP-യുടെ എല്ലാവിധത്തിലുള്ള കരുതലും വയനാടിന് നൽകാനായിട്ട് പ്രിയങ്ക ഗാന്ധി നിർബന്ധിതയാകുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി അവരുടെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. വയനാട്ടിൽ വളരെ കൃത്യമായിട്ട് ഇടപെടുകയും അവിടുത്തെ ദൈനംദിനമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും തന്റെ മേൽനോട്ടം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പ് നൽകുന്നു. അത് കഴിഞ്ഞ ദിവസം അവരെ സന്ദർശിച്ച കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരോടും അവർ ആശയമാണ് പങ്കുവച്ചത്.